ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് നല്ല എരിപ്പൊരി ചിക്കൻ ഫ്രൈ ആണ് കേട്ടോ. ഒരു തവണ ഇത് ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കൂ, അത്രക്കും ടേസ്റ്റാണ് കേട്ടോ. തട്ടുകടയിലൊക്കെ കിട്ടുന്ന ഈ ഒരു ചിക്കൻ ഫ്രൈ നിങ്ങൾ മസ്റ്റായിട്ടും ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ആദ്യം തന്നെ ഒരു ഇടികല്ല് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 10 വെളുത്തുള്ളി തൊലിയോടുകൂടെയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നന്നായിട്ട് വാഷ് ചെയ്തെടുക്കണം കേട്ടോ. ഈ ഒരു തൊലിയോടുകൂടെ നമ്മളിത് ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 2 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇല്ലെങ്കിൽ ഈ ഒരു വെളുത്തുള്ളി ചതക്കുന്ന സമയത്ത് തന്നെ ഇഞ്ചി കൂടെ ചതച്ചെടുത്താൽ മതി കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് വറ്റൽമുളക് പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 ടീസ്പൂണാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. കൂടെ തന്നെ 1 ടീസ്പൂൺ വലിയ ജീരകം കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ. നിങ്ങൾ ഈ വറ്റൽമുളക് പൊടിച്ചത് ചേർത്ത് കൊടുക്കുമ്പോൾ പിരിയൻ മുളകിൻ്റെതാണെങ്കിൽ ഒരു 3-4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനിവിടെ എരിവുള്ളതായതുകൊണ്ട് 2 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. എന്നിട്ട് അതൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് ചിക്കനിലേക്ക് ആവശ്യമുള്ളത് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 200 ഗ്രാം ചിക്കനെ എടുത്തിട്ടുള്ളൂ. അതിലേക്ക് 2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ വറ്റൽമുളക് ചതച്ചതും 1/2 ടീസ്പൂൺ വലിയ ജീരകം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക. ഒരു നാരങ്ങയുടെ പകുതി നീരും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. നാരങ്ങ ഇല്ലെങ്കിൽ അതിന് പകരം കുറച്ച് വിനാഗിരി ചേർത്ത് കൊടുത്താലും മതി. ഇനി ഞാനൊരു മുട്ട എടുത്തിട്ടുണ്ട്. ഇതൊരു ബൗളിലിട്ട് ഒന്ന് പൊട്ടിച്ചെടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഞാനിവിടെ കുറച്ച് ചിക്കനല്ലേ എടുത്തിട്ടുള്ളൂ, അതുകൊണ്ട് മുട്ടയിൽ നിന്നും പകുതിയോളം ഒഴിച്ചെടുക്കുന്നുള്ളൂ കേട്ടോ. ഒരു 1/2 കിലോ ചിക്കനൊക്കെ ഉണ്ടെങ്കിൽ ഒരു മുട്ട മുഴുവനായിട്ടും ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഞാൻ ഈ ഒരു മുട്ടയുടെ പകുതി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു മസാലപ്പൊടികളും മുട്ടയും എല്ലാം നല്ല രീതിയിൽ ഓരോ ചിക്കൻ കഷ്ണങ്ങളിലും പിടിക്കുന്ന രൂപത്തിൽ കുറച്ച് സമയം നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതിവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് 1 മണിക്കൂർ മാറ്റി വെക്കാം. കൂടുതൽ സമയം മാറ്റി വെക്കുകയാണെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. 1 മണിക്കൂറിന് ശേഷം പൊരിച്ചെടുക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഞാൻ ഇതിലേക്ക് 2 ടീസ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നല്ല ചൂടായ എണ്ണയിലിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ നല്ല ടേസ്റ്റിൽ കിട്ടണമെങ്കിൽ ഫ്രൈ ചെയ്തെടുക്കുമ്പോഴും കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. ആദ്യം മീഡിയം ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് ഒരു ഭാഗം നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. എന്നിട്ട് അത് തിരിച്ചിട്ട് കൊടുത്ത ശേഷം ചെറിയ തീയിൽ അടച്ച് വെച്ചിട്ട് ഒരു 4 മിനിറ്റ് വെക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു ചിക്കൻ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. എന്നിട്ട് അതിന് ശേഷം ഒരു 4 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ കൂടെ വെച്ചെടുത്താൽ കറക്റ്റ് മുരിഞ്ഞും കിട്ടും. ഉൾഭാഗം നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും. അപ്പോൾ ഞാനിവിടെ ചിക്കൻ എണ്ണയിൽ നിന്ന് വറുത്ത് കോരിയിട്ടുണ്ട്. ഇനി നമ്മൾ ആദ്യം ചതച്ച് വെച്ചിട്ടുള്ള ആ ഒരു ഐറ്റംസും കൂടെ ഈ ഒരു എണ്ണയിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൊരിയിപ്പിച്ചെടുക്കാം. ഇതുപോലെ മൊരിയിപ്പിച്ചെടുത്തിട്ട് ഇതിൽ നിന്ന് കോരി മാറ്റാം കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്. ഈ ഒരു മൊരിഞ്ഞ പൊടിയോടുകൂടെ ഈ ഒരു ചിക്കൻ കഴിക്കാൻ പൊള്ളിയാണ് കേട്ടോ. എല്ലാവരും ഉണ്ടാക്കി നോക്കണം, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമാവും. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഇതുപോലുള്ള നല്ല നല്ല റെസിപ്പീസൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്